എന്നും വാർത്തകളിൽ നിറയുന്ന ഭരണാധികാരിയാണ് ഉത്തര കൊറിയയുടെ കിം ജോങ് ഉൻ. കൗതുകകരമായ ഒരു റിപ്പോർട്ടാണ് ഉത്തര കൊറിയയിൽ നിന്ന് വരുന്നത്. ഉത്തര കൊറിയയിൽ ഐസ്ക്രീം, ഹാംബർഗ്, കരോക്കെ തുടങ്ങിയ വാക്കുകൾ കിം നിരോധിച്ചത്രേ. ഈ വാക്കുകളൊക്കെ പാശ്ചാത്യമാണെന്നാണ് കിമ്മിൻ്റെ ആരോപണം. സാംസ്കാരിക അധിനിവേശം ചെറുക്കാനാണത്രേ ഈ വാക്കുകളൊക്കെ രാജ്യത്ത് നിരോധിച്ചത്. ഈ വാക്കുകൾ മാത്രമല്ല, വേറെയും വാക്കുകൾ നിരോധിച്ചിട്ടുണ്ടെന്ന് ഡെയിലി എൻകെയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഈ വാക്കുകൾക്ക് പകരം ഉത്തര കൊറിയൻ വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്. ടൂർ ഗൈഡുകൾ സഞ്ചാരികളുമായി ഇടപഴകുമ്പോൾ ഈ വാക്കുകൾ പറയാൻ പാടില്ല. ഇതിനായി ഗൈഡുകൾ സർക്കാരിൻ്റെ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കണമെന്നും നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടിൽ പറയുന്നു. ഹാംബർഗിന് പകരം ഡാജിൻ ഗോഗി ഗ്യോംപാങ് എന്നാണ് പറയേണ്ടത്. ഐസ്ക്രീമിനെ എസ്യുക്കിമോ എന്ന് പറയണം. ഉത്തര കൊറിയൻ വാക്കുകൾ പ്രോത്സാഹിപ്പിക്കാനും ഭാഷയിലൂടെയുള്ള സാംസ്കാരിക കടന്നുകയറ്റം ഒഴിവാക്കാനുമാണ് ഈ നീക്കമെന്നാണ് വിശദീകരണം. നേരത്തെ വിദേശ സിനിമകളും ടെലിവിഷൻ സീരിയലുകളും കാണുന്ന പൗരന്മാർക്കെതിരെ ശിക്ഷ നടപ്പാക്കിയെന്ന വാർത്ത വലിയ ശ്രദ്ധ നേടിയിരുന്നു. ദക്ഷിണ കൊറിയൻ സീരീസുകൾ കൈവശം വച്ചതിനാണ് യുവാക്കളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. ഉത്തര കൊറിയയിൽ പൗരന്മാരെ വലിയ അടിച്ചമർത്തലിന് വിധേയരാക്കുന്നതായി ഐക്യരാഷ്ട്രസഭ വെളിപ്പെടുത്തിയിരുന്നു. ദക്ഷിണ കൊറിയൻ സിനിമ കാണുകയോ വിദേശ സംഗീതം കേൾക്കുകയോ നിരോധിത സിനിമകൾ പങ്കിടുകയോ ചെയ്യുന്നതിന് ഉത്തര കൊറിയയിൽ വിലക്കുണ്ട്. വിലക്ക് ലംഘിച്ചാൽ കഠിനമായ ശിക്ഷയാണ് നടപ്പാക്കുക. വിദേശ സിനിമകളും ടെലിവിഷൻ പരിപാടികളും കാണുന്നവർക്ക് ഉത്തര കൊറിയ വധശിക്ഷ നടപ്പാക്കുന്നതിൽ വർധനമുണ്ടെന്ന് UN റിപ്പോർട്ട് ചെയ്തിരുന്നു. ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ വലിയ രീതിയിൽ ബന്ധനത്തിലാക്കുന്ന നടപടികളാണ് ഉത്തര കൊറിയയിൽ നടക്കുന്നതെന്നാണ് UN കണ്ടെത്തൽ. പൗരന്മാർക്ക് ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളിലും ഭരണകൂടം കൈകടത്തുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലോകത്ത് മറ്റൊരിടത്തും പൗരന്മാർക്ക് ഇത്രയും വിലക്കുകളില്ലെന്നാണ് UN റിപ്പോർട്ടിൽ പറയുന്നത്. അമിത നിയന്ത്രണങ്ങളാണ് രാജ്യത്തുള്ളതെന്നും UN റിപ്പോർട്ട് വിശദമാക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു വിചിത്രമായ വാർത്ത ഉത്തര കൊറിയയിൽ നിന്ന് വന്നിരുന്നു. ഉത്തര കൊറിയയിൽ ചിരിയും സന്തോഷവും നിരോധിച്ചുകൊണ്ടുള്ള വാർത്തയാണത്. രാജ്യത്തിൻ്റെ പരമാധികാരി കിം ജോങ് ഉൻ അധികാരത്തിലെത്തിയതിൻ്റെ 10ാം വാർഷികത്തിലായിരുന്നു കിമ്മിൻ്റെ വിചിത്രമായ ഉത്തരവ്. 10 വർഷം മുമ്പ് അന്നത്തെ പരമാധികാരിയും കിമ്മിൻ്റെ പിതാവുമായ കിം ജോങ് ഇൽ അന്തരിച്ചതിൻ്റെ വാർഷിക ദുഃഖാചരണത്തിൻ്റെ ഭാഗമായാണ് രാജ്യത്ത് 11 ദിവസത്തേക്ക് ചിരിയും സന്തോഷവും നിരോധിച്ചത്. ഈ ദിവസങ്ങളിൽ ജന്മദിനമുള്ളവർ അത് ആഘോഷിച്ചുകൂടാ. ആരും സന്തോഷിക്കരുത്. ഇതിനു പുറമെ എല്ലാവർക്കും ദുഃഖം മാത്രമേ പാടുള്ളൂ എന്നും കിം ഉത്തരവിട്ടു. ബന്ധുക്കൾ മരിച്ചാൽ പോലും ആരും ഉച്ചത്തിൽ കരയാൻ പാടില്ല. മരണാനന്തര ചടങ്ങുകൾ 15 ദിവസം കഴിഞ്ഞ് മതിയെന്നും കിം നിർദ്ദേശം നൽകി. കിം ജോങ് ഇല്ലിൻ്റെ ചരമദിനത്തിൽ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ കടയിൽ പോകുന്നതിന് വരെ കിം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. 1994 മുതൽ രാജ്യം ഭരിച്ച കിം ജോങ് ഇൽ 2011 69ാം വയസ്സിലാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. ഉത്തര കൊറിയയുടെ ഇരുണ്ട കാലം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ വിശേഷിപ്പിക്കുന്നത്.